തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിലേറെ സ്നേഹമുള്ള ദൈവജനമേ, അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 4-ാം തിരുവചനം നമുക്ക് നൽകുന്ന വലിയ ഒരു കൽപ്പന ഇപ്രകാരമാണ്. അതായത് ഇങ്ങനെ വായിക്കുന്നു: അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. പ്രിയപ്പെട്ടവരെ, വലിയ ഒരു കൽപ്പന ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്. നീ ഈ കാര്യത്തിനു വേണ്ടി കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ നിന്നിൽ ഒരു കാര്യം സംഭവിക്കപ്പെടും. പ്രിയപ്പെട്ടവർ, ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മിലൊക്കെ ചൊരിയപ്പെടുന്നതിനു വേണ്ടി ഈ ആത്മീയ വിചിന്തനത്തിൻ്റെ മണിക്കൂറിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ അനുദിന ജീവിത വഴികളിൽ ആത്മീയ ഉണർവിൻ്റെ അഭിഷേകം നൽകണമേ. യേശു കൽപ്പിച്ച കാര്യത്തെക്കുറിച്ച് പഠിക്കാനും ധ്യാനിക്കാനും ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ കാര്യത്തിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ മണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ്. യേശു കൽപ്പിച്ച കാര്യം എന്താണ്? ആ കാര്യത്തിൽ നീ എത്രത്തോളം സഹകരിക്കുന്നു? നീ സഹകരിച്ചാൽ നിന്നിൽ എന്ത് സംഭവിക്കും? യേശു ഒത്തിരിയേറെ കൽപ്പനകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, നിങ്ങളെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുവിൻ എന്ന് തുടങ്ങി ഒത്തിരി കൽപ്പനകൾ. എന്നാൽ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് യേശു അവസാനമായിട്ട് നൽകിയ ഒരു കൽപ്പന എന്താണത്? യേശു പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, ജെറുസലേം വിട്ടു പോകരുത്, നിങ്ങൾ കാത്തിരിക്കണം. യോഹന്നാൻ നൽകിയ സ്നാനമല്ല, മറിച്ച് ഇതാ പരിശുദ്ധാത്മാവിലുള്ള ഒരു സ്നാനം. സ്വാഭാവികമായിട്ടും അനേകരുടെ ഉള്ളിൽ ഒരു ചിന്ത വരും, അപ്പോൾ യോഹന്നാൻ, സ്നാപക യോഹന്നാൻ നൽകിയ സ്നാനം എന്തുതരം സ്നാനമാണ്? ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്: യോഹന്നാൻ നൽകിയത് അനുതാപത്തിൻ്റെ സ്നാനമായിരുന്നു. യഹൂദ പശ്ചാത്തലത്തിലുള്ള സ്നാനം അത് അനുതാപത്തിൻ്റെ സ്നാനമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിലുള്ള സ്നാനമാണ്. അതുകൊണ്ടാണല്ലോ സ്നാപക യോഹന്നാൻ യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോൾ എന്താണ് പറയുന്നത്? 4 സുവിശേഷങ്ങളും പഠിപ്പിക്കുന്ന കാര്യം, ദേ ഇവനാണ് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം നൽകുന്നവൻ. കൃത്യമായിട്ട് സ്നാപക യോഹന്നാൻ യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് അപ്രകാരമുള്ള ഒരു ആമുഖത്തോടു കൂടിയാണ്. ദേ ഇവനാണ് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും ജലത്താലും സ്നാനം നൽകുന്നവൻ. പ്രിയപ്പെട്ടവർ, ഈ സ്നാനത്തെക്കുറിച്ചാണ് യേശു സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ജെറുസലേം വിട്ടു പോകരുത്, നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങൾ പ്രാപിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജനതയുടെ ഇടയിൽ ഏറ്റവും ഉയർന്നു വന്ന പ്രാർത്ഥന ഏത് പ്രാർത്ഥനയാണ്? ആ പ്രാർത്ഥന പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന വളരെ അത്ഭുതാവഹമായി ജൂൺ മാസം 9-ാം തീയതി പന്തക്കുസ്ത തിരുനാളിനോടനുബന്ധിച്ച് കേരള ജനത മാത്രമല്ല, ലോകത്ത് മുഴുവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ എന്ന പ്രാർത്ഥനയാണ്. ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഇപ്രകാരം ഈ ജനതയുടെ ഇടയിൽ പരിശുദ്ധാത്മാവിനോടുള്ള തീഷ്ണത ജ്വലിപ്പിക്കുവാൻ സഹായകരമായി ഒത്തിരിയേറെ ആത്മീയ ഗുരുക്കന്മാർ നമ്മുടെ കേരള മണ്ണിൽ നിന്ന് ഉദിച്ചു വന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഡാനിയേൽ പൂവണ്ണത്തിലച്ഛൻ്റെയൊക്കെ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം, പ്രാർത്ഥിക്കണമെന്നുള്ള ആഹ്വാനം അനേക ധ്യാന കേന്ദ്രങ്ങളിലേക്ക് കത്തിപ്പടരുകയായിരുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം എല്ലാ ജനതകളുടെ ഇടയിലും വളരെ ശക്തമായിട്ട് ഉദിച്ചുയരുകയായിരുന്നു. എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും
പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഒരു പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം, അതിനുവേണ്ടി 9 ദിനരാത്രങ്ങൾ കാത്തിരുന്നു പ്രാർത്ഥിച്ചു 10-ാം ദിനം പരിശുദ്ധാത്മാവ് പന്തക്കുസ്ത അഭിഷേകത്തിന് വേണ്ടി എല്ലായിടങ്ങളിലും ഒരുങ്ങപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ നാളുകളിൽ ജനത മുഴുവൻ ആവർത്തിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന പരിശുദ്ധാത്മാവെ വരിക എന്നുള്ള പ്രാർത്ഥനയാണ്. പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ പലരും ചോദിച്ചു, അപ്പോൾ ഇത്രയും നാളും ഈ പന്തക്കുസ്തായൊന്നും ഇല്ലായിരുന്നോ? ഇത്രയും നാളും ഈ പരിശുദ്ധാത്മാവ് എവിടെയായിരുന്നു? പ്രിയപ്പെട്ടവരെ, ചാരം മൂടിയ കനലിനെ ഊതി ജ്വലിപ്പിച്ചു. പലരും മറന്നുപോയി. ആരോ പറഞ്ഞതുപോലെ ഒരു അമ്പ് പെരുന്നാളിന് കൊടുക്കുന്ന പ്രാധാന്യം പോലും നമ്മൾ ഈ പരിശുദ്ധാത്മാ അഭിഷേകം പന്തക്കുസ്തായ്ക്ക് കൊടുത്തില്ലല്ലോ എന്നുള്ള അറിവ് ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പന്തക്കുസ്തായ്ക്ക് വേണ്ടി ജ്വലിച്ചതും പ്രാർത്ഥിച്ചതും ഉണർന്നതും കാത്തിരുന്നതും. പ്രിയപ്പെട്ടവർ, അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? പ്രിയപ്പെട്ടവർ, വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ജനതയുടെ ഇടയിൽ വളരെ ശക്തമായ ഉണർവ് സംഭവിച്ചു. നമ്മൾക്കത് സമ്മതിക്കാതെ വയ്യ. ജനതയുടെ ഇടയിൽ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അതിശക്തമായ മാറ്റങ്ങൾ സംഭവിച്ചു. മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അനേകം ആളുകൾ പ്രാർത്ഥിച്ചു തുടങ്ങി. ലൂക്കാസ് വിശേഷം 1:35, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞുകൊടുത്ത സന്ദേശം അനേകർ ആവർത്തിച്ചു തുടങ്ങി. ഫലമെന്താ? മാറ്റം, അത്ഭുതകരമായ മാറ്റം, അത്ഭുതകരമായ മാറ്റം. ഞാനായിരിക്കുന്ന ഡിവൈൻ ധ്യാന കേന്ദ്രം ഫരീദാബാദ്, ഡൽഹിയിലാണ്. പ്രിയപ്പെട്ടവരെ, 9 ദിനരാത്രങ്ങൾ രാത്രിയിലും പകലുമായി ദൈവജനം ഈ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും മാറി മാറി ഇവിടെ വന്നിരുന്നു പ്രാർത്ഥിച്ചു. 10-ാം ദിനം വലിയ ജനക്കൂട്ടം ഈ ദേശത്ത് ഒരുമിച്ചുകൂടി പന്തക്കുസ്തായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച കാര്യം എന്തെന്നറിയോ? മനുഷ്യൻ്റെ ചിന്തകൾക്കതീതമായി, മനുഷ്യൻ്റെ ബുദ്ധിക്കതീതമായി പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയായിരുന്നു. കൺവെട്ടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ പറ്റുന്ന തരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വലിയ ഒരു ഉണർവിലേക്ക് നയിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, യേശു നൽകിയ ഒരു കൽപ്പന. ഏതാണ് ആ കൽപ്പന? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവാകുന്ന സ്നാനം സ്വീകരിക്കുവിൻ, അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നുള്ള ആ കൽപ്പന സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് അനേകരിൽ ഈ ഉണർവിൻ്റെ ആത്മാവ് കയറി പിടിച്ചു തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ശ്രദ്ധയോടെ വായിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. സ്ലീഹന്മാരുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചത് എപ്പോഴാണ് മാറ്റം സംഭവിച്ചത്? ഈ പന്തക്കുസ്ത അനുഭവത്തോടു കൂടിയാണ്. പന്തക്കുസ്ത അനുഭവത്തോടു കൂടിയാണ് അവരുടെ ജീവിതത്തിൽ ഒരു ടോട്ടൽ ചേഞ്ച് സംഭവിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം വളരെ ധ്യാനപൂർവ്വം വായിക്കേണ്ട ഒരു തിരുവചന ഭാഗമാണ്. 20-ാം അധ്യായം 19 മുതലുള്ള തിരുവചനത്തിൽ യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് വചനഭാഗം. അതിൽ 22 മുതലുള്ള വചനത്തിൽ ഇങ്ങനെ പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 22. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. യേശു ഉദ്ധിതനായവൻ ശിഷ്യന്മാരെ കണ്ടുമുട്ടിയപ്പോൾ ആദ്യം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയൂ? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു, അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചില്ലേ? പലരും പറയും സ്വീകരിച്ചു, അതിനുശേഷം മാറ്റങ്ങളുണ്ടായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ല. ഇത് നന്നായിട്ടറിയണമെങ്കിൽ തൊട്ടടുത്ത അധ്യായത്തിൽ 21-ാം അധ്യായം 3-ാം തിരുവചനത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി, എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. ഇത് അവരുടെ സ്വഭാവം. എന്തിൻ്റെ സ്വഭാവം? അവരുടെ സ്വഭാവത്തിൽ, അവരായിരിക്കുന്ന മീൻപിടുത്തക്കാരായിരിക്കുന്ന അവരുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നുവെന്ന് ഇതാ പറഞ്ഞിരിക്കുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ആ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാൻ സാധിച്ചോ? തിരിച്ചറിയാൻ സാധിച്ചത്
പന്തക്കുസ്ത അനുഭവത്തിലൂടെയാണ്. കാരണം എന്താണ് അതിൻ്റെ വ്യത്യാസം? കാരണം കാത്തിരുന്നു പ്രാർത്ഥിച്ചു, കഷ്ടപ്പെട്ട് കാത്തിരുന്നു പ്രാർത്ഥിച്ചു. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. എത്ര ദിനം? പ്രിയപ്പെട്ടവർ, വചനം വായിച്ചു പോകുമ്പോഴറിയാം 120ഓളം പേര്, 1-2 പേരല്ല, 120ഓളം പേര് അവർ ഇതാ 10 ദിവസം കാത്തിരുന്നു പ്രാർത്ഥിച്ചു. അതായത് ഒരുക്കത്തോടുകൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുക്കത്തോടുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ അവരിൽ മാറ്റം സംഭവിച്ചു. നമ്മൾ ആദ്യം കണ്ടല്ലോ, യേശു ശിഷ്യന്മാരോട് പറഞ്ഞതേ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അവരുടെ ആ മാനസിക അവസ്ഥ അതിന് പറ്റിയതൊന്നുമല്ല. പേടിച്ചരണ്ടിരിക്കുക, ഒരു മുറിക്കകത്ത് പേടിച്ചരണ്ടിരിക്കുക. അവരോട് യേശു ക്രിസ്തു പറഞ്ഞു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും, പരിശുദ്ധാത്മാവിനെ കൊടുത്തു. പക്ഷേ അവരിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. എന്നാൽ ഈ ലഭിച്ച പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുന്നത് എവിടെ നിന്ന് മുതലാണ്? പന്തക്കുസ്ത അനുഭവത്തോടു കൂടിയാണ്. കാത്തിരുന്നു പ്രാർത്ഥിച്ചു ഒരു പറ്റം ജനത. എന്നെ കേൾക്കുന്നവരെ, നമ്മളൊക്കെ ഒരുപക്ഷെ ക്രിസ്ത്യാനികളാവാം, അക്രൈസ്തവ സഹോദരങ്ങളുണ്ടാവാം, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടാവും, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്ന് അവകാശപ്പെടുന്നവരുണ്ടാവും. നിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രകടമായ തരത്തിൽ നിനക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് നിന്നിൽ നിന്ന് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാത്തിരുന്നുള്ളൊരു പ്രാർത്ഥന അനിവാര്യമാണ്. കാത്തിരുന്നുള്ള പ്രാർത്ഥന നിൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കും. പ്രിയപ്പെട്ടവരെ, 120 പേര് 10 ദിവസം കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഈ 120 പേർക്ക് ഒരു പണിയില്ല? അവർക്കൊരു പണിയില്ല, എന്നാൽ പിന്നെ 10 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചേക്കാം, എങ്ങനെയാണോ? അല്ല, അവർ ഈ 10 ദിവസവും കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം യേശു പറഞ്ഞ കൽപ്പന അനുസരിക്കാൻ അവർ തയ്യാറായി. നിന്നോട്, വചനം കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നോട് ഇതാ യേശു കൽപ്പിക്കുന്നു, നീ കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കണം. വെറുതെ കിട്ടുമെന്ന് വിചാരിക്കരുത്. ഒരു ധ്യാനത്തിന് പോയി എന്ന് കരുതിക്കൊണ്ട് നിനക്ക് അഭിഷേകം ലഭിക്കുമെന്ന് വിചാരിക്കരുത്. പലർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട്, ഞാനിങ്ങനെ പോയാൽ രക്ഷപ്പെട്ടു. അല്ല, അവിടെ പോയി നീ അത് കണ്ട് കേട്ട് പോന്നാൽ പോരാ. ഉദാഹരണത്തിന് ഒരു ധ്യാനത്തിന് വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഇപ്പോൾ ഒരു 500 പേര് ധ്യാനിക്കുന്നുണ്ടെങ്കിൽ 495 പേർക്കും വലിയ അഭിഷേകം, അനുഗ്രഹം. എന്നാൽ ഒരു 4-5% പേരെ കണ്ടിട്ടുണ്ട്, അവർ വന്നതിനേക്കാൾ മോശമായിട്ട് തിരിച്ചു പോകുന്നു. കാരണം എന്താ? പലപ്പോഴും ധ്യാനിച്ചപ്പോൾ മനസ്സിലായ കാര്യം, ഇവർ വരും, ആരുടെയെങ്കിലും സമ്മർദ്ദം കൊണ്ടാവാം, ഒരു പക്ഷേ ഇവരുടെ ഉള്ളിലുള്ള ചില ആഗ്രഹങ്ങൾ കൊണ്ടാവാം, ഇവർ വരും. വന്നു കഴിഞ്ഞിട്ട് ഇവരിതിങ്ങനെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെയുണ്ട് കൊയർ, പാട്ടൊക്കെ എങ്ങനെയുണ്ട്, പ്രസംഗം എങ്ങനെയുണ്ട്, പ്രസംഗിക്കുന്ന അച്ഛൻ്റെ ഭാഷ എങ്ങനെയുണ്ട്, കിടക്കുന്ന സ്ഥലം എങ്ങനെയുണ്ട്, ഭക്ഷണം എങ്ങനെയുണ്ട്, അന്തരീക്ഷം എങ്ങനെയുണ്ട്, ഇതിങ്ങനെ ഇവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ധ്യാനം കഴിയുന്നവരെ ഇവർ വാച്ച് ചെയ്ത് അവസാനം ആരായിട്ട് പോകും? വെറും വാച്ച്മാനായിട്ട് പോകും. കാരണം എന്താ? കാരണം ഇവർക്ക് അഭിഷേകം ലഭിക്കണമെങ്കിൽ കഷ്ടപ്പെടണം, പ്രാർത്ഥിക്കണം. ഒരാൾ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴാണ് അവരുടെ കണ്ണുനീരിൻ്റെ നടുവിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങുന്നത്. ഒരാൾ 2 കരങ്ങളും ഉയർത്തി കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് അവരുടെ കഷ്ടതയുടെ നടുവിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഉള്ളിൽ അത്രമാത്രം ഒരാഗ്രഹം ഉണ്ടായിരിക്കണം. 10 ദിവസത്തോളം 120ഓളം പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തു മനസ്സിലാക്കണം? അവരുടെ പ്രയോറിറ്റി, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അത്യാവശ്യമായിട്ട് അവർ കണക്കാക്കിയത് ബാക്കി എല്ലാ കാര്യത്തെയും മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹമായിരുന്നു. ഈ ദാഹമാണ് പ്രധാനപ്പെട്ടത്. നിൻ്റെ ജീവിതത്തിൽ ഈ കാര്യത്തിൽ എന്താണ് നിൻ്റെ പ്രയോറിറ്റി? നിൻ്റെ ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്താണ്? നിൻ്റെ പ്രാധാന്യം നമുക്കറിയാമല്ലോ. ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്, അനാവശ്യമുണ്ട്. ഓരോ കാര്യങ്ങളെയും അത്തരണത്തിൽ നമ്മൾ കാണാനും കേൾക്കാനും പഠിച്ചാൽ രക്ഷപ്പെട്ടു. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നീ ചിന്തിക്കേണ്ടത് ഇത് അത്യാവശ്യമാണോ, ആവശ്യമാണോ, അനാവശ്യമാണോ? ഒട്ടുമുക്കാലും കാര്യങ്ങൾ അനാവശ്യമാണ്. ഉദാഹരണത്തിന്
നമ്മൾ ഈ ഷോപ്പിംഗ് സെൻറ്ററുകളിലൊക്കെ പോകുമ്പോൾ കാണണം, കുടുംബമായിട്ടൊക്കെ പോകുമല്ലോ. സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു സാധനം, ഒരു വസ്ത്രം നീ എടുക്കുമ്പോൾ നീ ചിന്തിക്കേണ്ട ചിന്ത, ഇത് നിന്റെ കണ്ണിന് കൗതുകരമാണ്, ഇത് കൊള്ളാം, നല്ലതാണ്, നല്ല വസ്ത്രമാണ്, പക്ഷേ ഇത് ആവശ്യമാണോ, അത്യാവശ്യമാണോ, അനാവശ്യമാണോ? ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പലതും നമുക്ക് അനാവശ്യമാണ്, അത്യാവശ്യമല്ല. എന്താണ് അത്യാവശ്യം? അത്യാവശ്യം എന്ന് പറയുന്നത് നിൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധം, അത് പരിശുദ്ധാത്മാവിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ടതാണ്. എന്നാൽ പലതിനെയും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് മാറിപ്പോവും. 120ഓളം പേര് അവർ കൊടുത്ത പ്രയോറിറ്റി ഇത് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ളതായിരുന്നു. കാത്തിരുന്നു പ്രാർത്ഥിക്കാൻ തയ്യാറായി. ഒരു ധ്യാനത്തിന് വിളിക്കുമ്പോൾ, ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വിളിക്കുമ്പോൾ പലർക്കും മടി. രണ്ടാമത് അവർ പറയും സമയമില്ല, പിന്നീട് അവർ പറയും ഭാരം. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി എക്സ്ക്യൂസസ് അവരിങ്ങനെ പറഞ്ഞു തുടങ്ങും. സമയമില്ല അച്ഛാ, സമയമില്ല. പ്രത്യേകിച്ചൊക്കെ മറുനാടൻ മലയാളികളെയൊക്കെ പലരെയും പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ സമയമില്ല അച്ഛാ, തിരക്കല്ല അച്ഛാ, തിരക്ക്. ഒരു ധ്യാനത്തിന് 4 ദിവസം വന്നിരിക്കാൻ സമയമില്ല. ധ്യാനം കൂടിയിട്ട് എത്ര നാളായിട്ടുണ്ടാവും? ചോദിച്ചു വരുമ്പോൾ 4-5 വർഷമായിട്ടുണ്ടാവും. കൊള്ളാം. എന്നാൽ ഒരു ധ്യാനത്തിന് വന്നാലോ അതിന് താല്പര്യമില്ല, സമയമില്ല. സമയമില്ല എന്ന് പറയുന്ന ഈ ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നാട്ടിൽ കൂട്ടുകാരുടെ അടുക്കൽ അല്ലെങ്കിൽ നാട്ടിലുള്ള ഒരു കല്യാണത്തിന് വേണ്ടി 2 ആഴ്ചത്തേക്ക് അവധി എടുത്തു പോകും. കല്യാണത്തിന് പോകാൻ സമയമുണ്ട്, മാമോദീസ ആഘോഷങ്ങൾക്ക് സമയമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷങ്ങൾക്ക് സമയമുണ്ട്. ദൈവവചനം കേൾക്കാനും ദൈവത്തോട് ചേർന്നിരിക്കാനും നമുക്ക് താല്പര്യമില്ല, സമയമില്ല എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി, പ്രാധാന്യം. നീ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു? ശിഷ്യ സമൂഹം പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിച്ചു. ഈ കാത്തിരിപ്പ് പ്രാർത്ഥനയാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. ജൂൺ മാസം 9-ാം തീയതി 2019 ഒരു പന്തക്കുസ്ത നടന്നു, അത് കഴിഞ്ഞുപോയി എന്നല്ല, മറിച്ച് എന്നും ഇതുപോലെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? അത് നമ്മുടെ ജീവിതത്തിൽ സ്വഭാവങ്ങളെ മാറ്റിമറിക്കുന്ന പുത്തൻ അഭിഷേകമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കും. പന്തക്കുസ്ത അനുഭവത്തോടുകൂടി ശിഷ്യ സമൂഹത്തിൻ്റെ മേൽ സംഭവിച്ച കാര്യവും അതുതന്നെയാണ്. എന്ത് സംഭവിച്ചു? ആദ്യം തന്നെ അവരിൽ സംഭവിച്ച ഒന്നാമത്തെ മാറ്റം അവർ ശക്തന്മാരായി എന്നുള്ളതാണ്. അവർ ശക്തന്മാരായി. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള വചനത്തിൽ നമ്മൾ കണ്ടു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. യേശു പറഞ്ഞു, അവർ ശക്തന്മാരായോ? ആയില്ല. അവർ പേടിച്ചരണ്ടിരുന്നു, അവർ പുറകോട്ട് പോയി. എന്നാൽ പന്തക്കുസ്ത കാത്തിരിപ്പ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവരിൽ സംഭവിച്ച ഒന്നാമത്തെ കാര്യം, അവർ ശക്തന്മാരായി. എന്തിനാണ് അവർക്ക് ഈ ശക്തി കിട്ടിയത്? അതാ വചനം പറയുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ വചനം പറയാൻ തുടങ്ങി. അവർ വചനം പറയാൻ തുടങ്ങി. അത്രയും നാളും കലഹിച്ചിരുന്ന, കുറ്റം പറഞ്ഞിരുന്ന, മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന അവരെന്ത് ചെയ്തു? അവരിനി ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ഭയപ്പെട്ടിരിക്കേണ്ട, വചനം പറയാൻ ഇറങ്ങണം, വചനം പറയാൻ ഇറങ്ങണം. പ്രിയപ്പെട്ടവരെ, ശിഷ്യ സമൂഹത്തിൻ്റെ മേൽ സംഭവിച്ച അത്ഭുതകരമായ കാര്യം, രണ്ടാമത്തെ കാര്യം എന്താണ്? വചനം പറയാൻ തുടങ്ങി. ഒന്നാമത്തെ കാര്യം ഭയം മാറി, രണ്ടാമത്തെ കാര്യം വചനം പറയാൻ തുടങ്ങി. വചനം പറയാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിൻ്റെ ഓറിയൻറ്റേഷൻ മൊത്തം മാറി. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടതാണ് ഏത്? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിനെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 23-ൽ പറഞ്ഞു വെച്ചെങ്കിൽ 21-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്ന് അവകാശപ്പെട്ടവർ അതാ മീൻ പിടിക്കാൻ പോയി. അവരുടെ പ്രയോറിറ്റി എന്തായിരുന്നു? മീൻപിടുത്തമായിരുന്നു. എന്നാൽ പന്തക്കുസ്ത അനുഭവത്തോടുകൂടി അവരുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി മാറി. അവരെന്തിനു വേണ്ടി അവർ ഓറിയൻറ്റേഷൻ കൊടുക്കാൻ തുടങ്ങി? അവർ ഇനി വചനം പറയാൻ തുടങ്ങി. വചനം പറയാൻ തുടങ്ങി. അങ്ങനെയാണ് പത്രോസ്ലീഹ അപ്പസ്തോല പ്രവർത്തനം 2:14 മുതൽ ഒരു കാര്യത്തെ പ്രഖ്യാപിക്കാൻ തുടങ്ങിയത്. എന്തിനെക്കുറിച്ച്? അതാ ജോയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണ്. ഞങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയാണ്, നിങ്ങളും സ്വീകരിക്കുവിൻ എന്ന് പ്രവചിക്കാൻ തുടങ്ങി. വചനം പറയാൻ തുടങ്ങി. മാറ്റം സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ബൈബിൾ വായിച്ചു പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു. അപ്പസ്തോലന്മാർ
പിന്നീട് മാരക പാപങ്ങളിൽ വീണില്ല. വിശുദ്ധിയോടുകൂടെ ജീവിക്കാനുള്ള ശക്തി ലഭിച്ചു. പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യം, ആ വ്യക്തിക്ക് വിശുദ്ധിയോടുകൂടെ പരിശുദ്ധിയോടുകൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള വലിയൊരു അഭിഷേകം കിട്ടും. വീണാലും എഴുന്നേൽക്കും, പുറകോട്ട് പോവില്ല. വിശുദ്ധിയോടുകൂടെ ജീവിക്കണം എന്നുള്ള വല്ലാത്തൊരാഗ്രഹം ഉള്ളിലുണ്ടാവും പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ. വീണ്ടും നമ്മൾ വായിച്ചു പോകുമ്പോൾ മനസ്സിലാക്കുന്നു, 4-ാമത്തെ കാര്യം, പരസ്പരം കലഹിച്ചിരുന്ന ശിഷ്യന്മാർ പിന്നീട് ഒരിക്കലും കലഹിച്ചിട്ടില്ല, അവർ ഒരുമിച്ച് നിന്നു. അപ്പസ്തോലന്മാരുടെ പുസ്തകം വളരെ പ്രത്യേകമായിട്ട് എടുത്ത് വായിക്കുക. ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ മനസ്സിലാകും, ഓരോ വരികൾക്കിടയിൽ ഒരു കാര്യമുണ്ട്. അവർ ഒരുമിച്ച് ഒരുമിച്ചിരിക്കുകയായിരുന്നു. പല സ്വഭാവത്തിൽപ്പെട്ടവർക്ക് എങ്ങനെയാണ് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നത്? ഒരു സന്ദർഭത്തിലല്ല, പിന്നീടുള്ള ഓരോ മേഖലയിലും നമ്മൾ വായിക്കുന്നത് അവർ ഒരുമിച്ചിരിക്കുകയായിരുന്നു. അവരുടെ ഇടയിൽ ഭിന്നതയില്ലായിരുന്നു, അവർ ഒരുമിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ തുടങ്ങിയ അത്ഭുതകരമായ മാറ്റങ്ങൾ. അപ്പോൾ അവർ ശക്തന്മാരായി, അവർ വചനം പറയാൻ തുടങ്ങി, അവരുടെ ജീവിതത്തിൽ മാരക പാപങ്ങളിൽ പെട്ടിട്ടില്ല, വിശുദ്ധിയോടെ ജീവിക്കാൻ തുടങ്ങി, അവർ ഏകമനസ്സോടുകൂടെ ഒരുമിച്ചിരിക്കുകയായിരുന്നു എന്ന് തുടങ്ങുന്ന സ്വഭാവങ്ങളിൽ വന്ന മാറ്റം സംഭവിച്ചത് ഈ പന്തക്കുസ്തായോടുകൂടിയാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന പ്രാർത്ഥന നമ്മൾ വീണ്ടും ആവർത്തിക്കണം. എന്താണ് ആ പ്രാർത്ഥന? പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക. ഇതാ അനേകർ പ്രാർത്ഥിച്ചു തുടങ്ങിക്കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിലും അപ്രകാരം ഒരു പ്രാർത്ഥന അനിവാര്യമാണ്. നീ ആരും ആയിക്കൊള്ളട്ടെ, നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തു ആയിക്കൊള്ളട്ടെ, നീ പ്രാർത്ഥിച്ചോ, പരിശുദ്ധാത്മാവേ വരിക. വിശുദ്ധനായിട്ടുള്ള ജോൺ ബോൾ സെക്കൻഡ് മാർപ്പാപ്പയുടെ വലിയ പ്രാർത്ഥനയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സുന്ദരമായ പ്രാർത്ഥന എന്തായിരുന്നറിയോ? എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന നിസാരപ്പെട്ട പ്രാർത്ഥന, കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാ വരിക. നിസാര പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൂടെ? ഇതിന് വലിയ അക്ഷരജ്ഞാനമൊന്നും വേണ്ട, ഇതിന് വലിയ പാണ്ഡിത്യം വേണ്ട, ഒത്തിരി ബൈബിളൊന്നും പഠിച്ചു പോകേണ്ട. മറിച്ചെന്താ? ചെറിയ പ്രാർത്ഥന, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക, കം ഹോളി സ്പിരിറ്റ്. ഇതിങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വിശുദ്ധനായി മാറി. ഇത് നമ്മുടെ മുമ്പിൽ ഒരു മാതൃക നൽകപ്പെടുകയാണ്. നിനക്കും ഇതുപോലെ പ്രാർത്ഥിക്കാൻ ഒരു സാധ്യത ഇതാ ഈ കാലഘട്ടത്തിൽ തിരുസഭ ഒരുക്കുകയാണ്. ഇത് തിരുസഭ നിനക്ക് വേണ്ടി നൽകുന്നൊരു നിയോഗമായിട്ട് അങ്ങ് സ്വീകരിച്ചോ. പരിശുദ്ധാത്മാവേ വരിക. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ഈ നിമിഷം നിൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളിൽ അസ്വസ്ഥതയിലായിരിക്കാം. രോഗം, കുടുംബത്തിൻ്റെ ബാധ്യത, ജീവിതത്തിൻ്റെ ഫ്രസ്ട്രേഷൻ, പലതും. നിൻ്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവാകുന്ന കാറ്റടിച്ചാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. അത്ഭുതകരമായ മാറ്റങ്ങൾ. നമ്മളൊക്കെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നില്ലേ? സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതും കേൾക്കുന്നതുമായ സാക്ഷ്യങ്ങൾ എന്താ? ഈ പരിശുദ്ധാത്മാവാകുന്ന കാറ്റടിച്ചു കഴിഞ്ഞപ്പോൾ അതിശക്തമായ മാറ്റങ്ങൾ ഉണ്ടായതിൻ്റെതാണ് അനേക സാക്ഷ്യങ്ങൾ. രോഗശാന്തിയാന്ന് മാത്രമല്ല, മനസ്സിൻ്റെ സ്വഭാവങ്ങളിലുള്ള വ്യത്യസ്തത. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. പന്തക്കോസ്താ ദിവസം 120ഓളം പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരിൽ സംഭവിച്ചത് എന്താണ്? 2 അനുഭവങ്ങളാണ്. ഒന്ന് കാറ്റടിച്ച അനുഭവം, 2 തീയുടെ അനുഭവം. ഇത് രണ്ടും, തീയും കാറ്റും, വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി ആരെല്ലാം കാത്തിരുന്നു, ശ്രദ്ധിച്ചോണം, കാത്തിരുന്ന് കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, അവരിൽ ഇതുപോലെ വലിയൊരു ചലനം ഉണ്ടാക്കും. ചെറിയ കാറ്റല്ല, മറിച്ച് മന്ദമാരുതനല്ല, മറിച്ച് ശക്തമായ 120ഓളം പേര് സമ്മേളിച്ചിരുന്ന ആ ഹോളിൻ്റെ അകത്ത് ഇതാ ശക്തമായ കാറ്റ്. നമുക്കറിയാം, കാറ്റ് സാധാരണ ഒരു സ്ഥലത്തു നിന്ന് വന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. എന്നാൽ ഇതാ ഹോളിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ശക്തമായ കൊടുങ്കാറ്റ്, അതൊരു അനുഭവമാണ്, ചലിപ്പിക്കുന്നതാണ്. തീയുടെ അനുഭവം കത്തുന്നതാണ്. ഈ കത്തുന്നതും ചലിപ്പിക്കുന്നതുമായ അനുഭവം നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചോ, പരിശുദ്ധാത്മാവ് നിറയും. നിൻ്റെ ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ ഏത് വഴികളിലും, പ്രതിസന്ധിയുടെ ഏത് നടുമുറ്റത്തും നിനക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവ് വരിക. സാധിക്കുമെങ്കിൽ
ലൂക്കാസ് വിശേഷം 1:35 പ്രാർത്ഥന നിനക്ക് ആവർത്തിക്കാം. എന്താണ് ആ പ്രാർത്ഥന? ദൂതൻ മറിയത്തോട് പറഞ്ഞു, മറിയമേ, നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. നിനക്ക് ആവർത്തിക്കാം ഈ പ്രാർത്ഥന. എങ്ങനെ? നിന്നിൽ തന്നെ നീ ക്ലെയിം ചെയ്യുക, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. ആവർത്തിച്ച് ഈ പ്രാർത്ഥന പറയുക. നിന്നിൽ അത്ഭുതകരമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യും. കാരണം പരിശുദ്ധാത്മാവ് ഉണർവിൻ്റെ, പുത്തൻ അഭിഷേകത്തിൻ്റെ, ജീവിതത്തിൽ നമുക്കറിയാത്ത പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന ആത്മീയശക്തിയാണ്. അത് നിൻ്റെ കുടുംബ പ്രാർത്ഥനയിലാവാം. വീട്ടിലൊക്കെ നമ്മുടെ കുടുംബ പ്രാർത്ഥനയുണ്ടല്ലോ, ആ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കില്ലേ? പ്രാർത്ഥിച്ചോ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണം. എല്ലാ ദിവസവും ഉള്ള കുടുംബ പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥന അതിശക്തമായിട്ടിരിക്കട്ടെ. അങ്ങനെ വന്നാൽ വെറും ഉണക്ക പ്രാർത്ഥനയല്ല, ചെല്ലാൻ വേണ്ടി ചെല്ലുന്ന പ്രാർത്ഥനയല്ല. നമ്മുടെ പല കുടുംബങ്ങളിലും പ്രാർത്ഥന അങ്ങനെയായിപ്പോയി, ചെല്ലാൻ വേണ്ടി. അങ്ങനെയല്ല, മറിച്ച് അതൊരു പന്തക്കുസ്ത പ്രാർത്ഥനയായി മാറും. ഓരോ ദിവസവും തീ കത്തുന്ന, കാറ്റടിക്കുന്ന അനുഭവം, നമ്മളെ ചലിപ്പിക്കുന്ന അനുഭവം പരിശുദ്ധാത്മാവ് നൽകും. പ്രിയപ്പെട്ടവരെ, അതിനായിട്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നമുക്ക് മാറ്റാം. കൽപ്പനയാണ്, യേശു നൽകിയ കൽപ്പന. അപ്പസ്തോല പ്രവർത്തനം 1:4 നമ്മൾ അവിടെ നിന്നാണ് ആരംഭിച്ചത്. ആ യേശു നൽകിയ കൽപ്പന, ആ കൽപ്പന ഇതാണ്: നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക, കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിന്നിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. ലൂക്ക 1:35 നമുക്കെല്ലാവർക്കും ക്ലെയിം ചെയ്യാം. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. ദൈവം സമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.